ഇപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ഉള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പ്രശ്നം വരുന്നത് ഈ ഒരു ഓവർ തിങ്കിങ് കാരണമാണ്. കാരണം എന്തെങ്കിലും ഒരു കാര്യം നടന്ന ഉടനെ നമ്മൾ അതിനെ തലയ്ക്കകത്തിട്ട് ഇങ്ങനെ മിക്സപ്പ് ചെയ്ത് അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും നമ്മൾ തന്നെ കുറെ ചിന്തിച്ചു കൂട്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ സത്യമായ പ്രശ്നങ്ങൾ ഉണ്ടാവാറ്. ഓക്കെ, ഇത് എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ്. ആ സമയത്ത് ചെയ്യാൻ പറ്റുന്ന 2-3 ടാസ്കുകളുണ്ട്. ഒന്നെന്ന് നമ്മൾ പറയുന്നത് പിവട്ടിങ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, എന്നെ ആർക്കും ഇഷ്ടമില്ല എന്നൊരു ഫീലിംഗ് എനിക്ക് വന്നു എന്ന് വിചാരിച്ചു. ആ മൊമെന്റിൽ എനിക്ക് ചുറ്റുമുള്ള എല്ലാവരും അങ്ങനെയാണോ, എന്നെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. സ്വാഭാവികമായിട്ടും കാണും, നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്, ഫ്രണ്ട്സ് ഒക്കെ നമ്മളെ ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ നമ്മുടെ കൂടെ ഇപ്പോഴും നിൽക്കുന്നത്. അപ്പൊ ആ ഒരു ചിന്തയെ നമുക്ക് ഓക്കെ എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട് എന്ന് ഡയറക്റ്റ്ലി നെഗറ്റീവ് തോട്ടിനെ അങ്ങനെയും നമുക്ക് പോസിറ്റീവായിട്ട് മാറ്റി ചിന്തിക്കാൻ പറ്റും. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടാഗ് ദ തോട്ട് എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യാറുണ്ട്. നമ്മൾ ജഡ്ജ് ചെയ്യാതെ ടാഗ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം പെട്ടെന്ന് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന മോമൊക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നവോ ഉണ്ടാവോ എന്തോ എന്നുള്ളൊരു ടെൻഷൻ അവർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. വീട്ടിൽ കുട്ടികൾ എന്ത് ചെയ്യായിരിക്കും, അല്ലെങ്കിൽ സ്കൂളിൽ കുട്ടികൾ എന്ത് ചെയ്യായിരിക്കും, ഇങ്ങനത്തെ ചിന്തയൊക്കെ അമ്മമാർക്ക് കുറച്ച് കൂടുതലായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഫിയർ തോട്ട് എന്നുള്ളതിന് പകരം ചിൽഡ്രൻസ് തോട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ചിൽഡ്രൻ തോട്ട് അല്ലെങ്കിൽ കിഡ്സ് തോട്ട്, ഇങ്ങനെ എന്തെങ്കിലും ഒരു ടാഗ് ചെയ്തിട്ട് അതിനെ റിലീസ് ചെയ്യുക. ഓക്കെ, കിഡ്സ് തോട്ട് വന്നു പോയി. അടുത്ത ഇതുപോലെ വേറെ ചിലപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് എന്തുണ്ടാക്കണം, ഓക്കെ ലഞ്ച് തോട്ട് റിലീസ് ചെയ്യുക. ഇങ്ങനെ റിലീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ എണ്ണം ഇങ്ങനെ കുറഞ്ഞു വരാൻ തുടങ്ങും. നമുക്ക് ആ ഒരു ആങ്സൈറ്റി ഉണ്ടാക്കുന്ന തോട്ടിൻ്റെ എണ്ണം കുറഞ്ഞു വരും. ഇതുപോലെ ഒരുപാട് ടെക്നിക്സ് നമുക്കുണ്ട്.